ബൈക്ക് പ്രേമികളുടെ അഥവാ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഇഷ്ടവാഹനമാണ് റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ എന്ന് പറയുന്നത്. കാരണം ദൂരയാത്രകൾ പോകാനും അതുപോലെ തന്നെ എല്ലാ യാത്രകൾക്കും അതിൻ്റെ യാത്രാ സുഖം മറ്റൊരു അനുഭൂതി തന്നെയായിരുന്നു. അതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ബൈക്ക് എന്ന് പറയുമ്പോഴേ ബുള്ളറ്റ് എന്നായിരുന്നു മനസ്സിൽ എത്തിക്കൊണ്ടിരുന്നത് ഒരു സമയത്തൊക്കെ. പിന്നീട് പല ബ്രാൻഡ്സ് വന്നു, പല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് കുറേ വാഹനങ്ങൾ ഇറങ്ങി. അപ്പം ബുള്ളറ്റ് കുറച്ചൊന്ന് ബാക്കിലോട്ടായി എങ്കിലും അതീവ പൂർണ്ണ ശക്തിയോടെ റോയൽ എൻഫീൽഡ് വീണ്ടും തിരിച്ചെത്തിയിരുന്നു. ജെ സീരീസിൽ വരുന്ന കുറച്ച് വാഹനങ്ങളൊക്കെ കൊണ്ടുവന്നതോടെ റോയൽ എൻഫീൽഡിൻ്റെ ഗ്രാഫ് കുറച്ചുകൂടെ മുകളിലോട്ട് പൊങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പം കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതായ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്സ് 350 അതുപോലെ മെറ്റ്യൂർ 350 ഒക്കെ വളരെ നല്ല വാഹനങ്ങളായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് എന്നുള്ള വേരിയൻ്റ്, അതായത് വർഷങ്ങളായിട്ട് അവരുടെ ഒരു പ്രാചീനതയെ നിലനിർത്തിക്കൊണ്ട് അവരിറക്കിക്കൊണ്ടിരുന്ന റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് 350 എന്ന വേരിയൻ്റ് ഒരു വ്യത്യാസം വരുത്താതായിരുന്നു അവർ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നു. ഒരു വ്യത്യാസമല്ല, കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് 350 ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പം പുതിയ ജെ സീരീസിൽ തന്നെ വരുന്ന പ്ലാറ്റ്ഫോമിൽ പുതിയ റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് 350 കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് നമ്മുടെ മുന്നിൽ നിലനിന്നിരിക്കുന്ന 3 റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡുകൾ. അപ്പം നേരത്തെ ഉള്ളതിൽ നിന്നുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് 350ക്ക് 3 വേരിയൻസ് ആണുള്ളത്. അതിൽ 2 വേരിയൻസ് ആണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ വേരിയൻറ്റ് ഇപ്പം നിലവിൽ വിടില്ല. അതിൽ ബേസ് വേരിയൻ്റ് ആണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ വേരിയൻറ്റ്. മറ്റേത് രണ്ടും മിഡ് ഓപ്ഷൻസ് ആണ്. ഇതിൻ്റെ മുകളിൽ ഒരു വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ജെ സീരീസ് സ്റ്റാൻഡേർഡ്സിന് മുമ്പായിട്ട് ഒരു ഇലക്ട്രയുടെ ഒരു അപ്ഡേറ്റഡ് വെർഷനായിട്ട് സെൽഫും അതുപോലെ കുറേ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് വേരിയൻസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരുടെ ആദ്യത്തെ ഒരു പക്ക ഒറിജിനൽ സ്റ്റാൻഡേർഡ് മോഡൽ നിലനിർത്തിയിട്ടുണ്ടായിരുന്ന വേരിയൻ്റ് നിർത്തിയിട്ടാണ് ഇപ്പോഴത്തെ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ വേരിയൻ്റ് ആണ് നമ്മുടെ ഈ മിഡ് ഓപ്ഷനിൽ കാണുന്ന ആ സെയിം അതേപോലത്തെ ലോഗോയും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേരിയൻ്റാണ് മിഡ് ഓപ്ഷനിൽ വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടിരുന്ന സ്റ്റാൻഡേർഡിൽ ഇല്ലാതിരുന്ന ആവശ്യമായിരുന്ന കുറേ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ വാഹനങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ ഓരോന്നായിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതിൻ്റെ ടയർ സൈസാണ്. ടയർ സൈസ് ഭയങ്കര ശോകമായിരുന്നു പഴയ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ടയർ സൈസ് ഫ്രണ്ടിലും ബാക്കിലും 120 ആണ് റിയർ ടയർ സൈസ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 110 ആണ് സൈസ് വന്നിരിക്കുന്നത്. അത് വലിയൊരു വ്യത്യാസമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതല്ല, അതിനുള്ള സമയമൊക്കെ കഴിയും. അത് വലിയൊരു വ്യത്യാസമായിട്ട് ആ ടയർ ചേഞ്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഇത്രയും വലിയൊരു വണ്ടിക്ക് കുഞ്ഞ് ടയർ കൊടുത്തു കഴിഞ്ഞാൽ സേഫ്റ്റി കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതിലും ഫ്രണ്ടിലും ബാക്കിലും വലിയ ടയർ സൈസ് ആക്കിയിട്ടുണ്ട്. പിന്നീട് അതുപോലെ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളായിരുന്ന ഒരു വ്യത്യാസമായിരുന്നു ഇതിൻ്റെ ഫ്യൂവൽ ഗേജ്, അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ലെവൽ കാണിക്കില്ലായിരുന്നു. അതുപോലെ ട്രിപ്പ് മീറ്റേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇതിനകത്ത് ആ ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് ട്രിപ്പ് AB, അതുപോലെ തന്നെ ലോ ഫ്യൂവൽ ആയതിനു ശേഷം 13 ലിറ്റർ അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്, 4 ലിറ്റർ റിസർവ് ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ റിസർവ് ആയതിനു ശേഷം എത്ര കിലോമീറ്ററിലൂടെ ഓടി എന്നുള്ളത് നമുക്ക് അതിൽ ആ മീറ്ററിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നീട് സർവീസിൻ്റെ റിമൈൻഡറും അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡോമീറ്ററിന് തൊട്ടുപുറത്തായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നാവിഗേഷൻ്റെ ഓപ്ഷൻ വെക്കാനായിട്ടുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് നാവിഗേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം നമുക്ക് വാഹനം എടുക്കുന്നതിന് മുമ്പ് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഷോറൂമിലെത്തും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് R3 മോട്ടേഴ്സ് മൈലപ്രയിലാണ്. അപ്പം നമുക്ക് ഷോറൂമിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് അവരുടെ ടാബിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കി ഓരോ കളർ വേരിയൻസ്, അല്ലെങ്കിൽ ഈ മിറർ മാറ്റണമെങ്കിലോ, അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലെ ഒരു സ്റ്റീൽ മാറ്റി ബ്ലാക്ക് ആക്കണമെങ്കിലോ, ഓരോ കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനുള്ള രീതിയിലാക്കാനായിട്ടുള്ള ഓപ്ഷൻ റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കസ്റ്റമൈസേഷനിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അത് ഷോറൂമിൽ വന്നാൽ മാത്രമല്ല, നിങ്ങളുടെ മൊബൈലിൽ അവൈലബിൾ ആയിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ആപ്പിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ എന്ന് പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റൂ. റോയൽ എൻഫീൽഡ് കുറേയൂടെ യൂസേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നീട് ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഡിസ്ക് ബ്രേക്സ് നമ്മൾ ഇലക്ട്ര വേരിയൻറ്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഈ സീരീസ് വന്നതിന് ശേഷം ഡിസ്ക് ബ്രേക്ക് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പം ഇത് ബേസ് വേരിയൻ്റ് ആയതിന് സ്ഥിതിക്ക് ഇതിന് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്സ് വന്നിട്ടുള്ളൂ. അത് സിംഗിൾ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്.
റിയറിൽ ഡ്രം ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ മിഡ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ഡ്യുവൽ ചാനൽ ABS സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതാണ് ബേസിനും മിഡിൻ്റെയും തമ്മിലുള്ള വേറൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നീട് ബേസ് വേരിയൻ്റ് ആണെങ്കിലും റിംസ് എല്ലാം ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. മിഡ് ഓപ്ഷനിൽ അതല്ല, ബ്ലാക്ക് അല്ല വന്നിരിക്കുന്നത്. പുതിയ ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. കുറേ കൂടി വിസിബിലിറ്റി കൂടിയിട്ടുണ്ട്. നല്ല വിസിബിലിറ്റിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നീട് ഷാസി നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ട്യൂബ് ഷാസിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രെങ്ത്തിനൊന്നും കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോഡി വെയിറ്റ് നല്ല രീതിയിലുണ്ട്. 200 കിലോയ്ക്ക് അടുത്ത് ഈ സ്റ്റാൻഡേർഡ്സിനും ഭാരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളിലും ഒന്നും വ്യത്യാസം വന്നിട്ടില്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന 350cc ഇതും ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങളാണ്. കാരണം ഇതിൻ്റെ 350cc എന്ന് പറഞ്ഞാൽ അതുണ്ട്. കാരണം മറ്റേ 350 ഉണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം സ്പീഡ് കയറാൻ പറ്റുമെന്നും ഇതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് പഴയ ബുള്ളറ്റ്സിൽ. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡേർഡ് 350 ഇതും സീരീസ് ആയതിനു ശേഷം ക്ലാസിക്കലും മെറ്റീരിയലെല്ലാം നിങ്ങൾ കണ്ടതുപോലെ തന്നെ വൈബ്രേഷൻ ഫ്രീ ആണ് ഇതിൻ്റെ ഡ്രൈവ് ഫീൽ എന്ന് പറയുന്നത്. 350cc നമുക്ക് നല്ല രീതിയിൽ കിട്ടാനും സഹായിക്കുന്നുണ്ട്. 20 bhp ആണ് ഇതിൻ്റെ പവർ വന്നിരിക്കുന്നത്. ക്ലാസിക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ നമുക്ക് 75-80 ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് അത്രയും പവറാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അതായത് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൗഢിയോടെ തന്നെ പോകാനുള്ള ഓപ്ഷനും ഈ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ പവർ വേണമെന്നുണ്ടെങ്കിൽ ആ പവറിൽ നമുക്ക് ഓടിച്ചു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പുതിയ സ്റ്റാൻഡേർഡ്സ് വന്നിരിക്കുന്നതിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുണങ്ങളെന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ എൻജിൻ കോട്ടിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് ബേസ് വേരിയൻ്റ് ആണ്, ഇത് മിഡ് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഓപ്ഷൻസിൽ നമുക്ക് എൻജിൻ ഈ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഫുള്ളി മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള കോട്ടിങ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ ക്ലീനായിട്ട് സൂക്ഷിക്കാനും കാര്യങ്ങളെല്ലാം പറ്റും. പക്ഷേ അതിൻ്റെ എല്ലാം പ്രൈസ് ഡിഫറൻസ് നമ്മൾ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. പിന്നീട് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ബോക്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെയുള്ള സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു ബോക്സ് ഒന്നും അല്ല ഇതിൽ വന്നിരിക്കുന്നത്. പിന്നീട് കാർബറേറ്റർ അല്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. നമുക്ക് കിക്കറൊന്നും വന്നിട്ടില്ല. നമുക്ക് സെൽഫ് സ്റ്റാർട്ട് തന്നെയാണ് ഈ സ്റ്റാൻഡേർഡിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. നമുക്ക് കിക്കറൊന്നും ഏതായാലും കൊടുത്തിട്ടില്ല. സെൻട്രൽ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും നമ്മളൊത്തിരി പുറകിലോട്ട് പോയി. ഇനി നമുക്ക് ഫ്രണ്ടിലെ ഹാൻഡിലിൻ്റെ കാര്യം നോക്കാം. ഹാൻഡിലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോട്ടറി സ്വിച്ചസ് ആണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട്. അതിനുശേഷം നമുക്ക് റോട്ടറി സ്വിച്ച് വഴിയാണ് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നീട് അതുപോലെ ഹസാർഡ് ബട്ടൺ വന്നിട്ടുണ്ട്. ഈ നമ്മൾ മറ്റു വണ്ടിയിൽ കണ്ടതുപോലെ ഇതിലും ഹസാർഡിൻ്റെ സ്വിച്ചസ് വന്നിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ അവർ കൊടുത്തിരുന്നു. ഇപ്പോൾ അവസാനം സ്റ്റാൻഡേർഡിലും കൊടുത്തിരിക്കുന്നു. ഹസാർഡ് ഒക്കെ ഓണാക്കി ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഈ സൈഡിലും റോട്ടറി സ്വിച്ചാണ് വന്നിരിക്കുന്നത്. ഹൈ ബീം, ലോ ബീം, അതുപോലെ പാസിൻ്റെ സ്വിച്ചും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് ഹോണിൻ്റെ സ്വിച്ച്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും അത്രയുമാണ് ഈ സൈഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു USB ചാർജിങ് പോർട്ടും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് മീറ്റർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടനും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആണ്. മറ്റേ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഓടിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ സെൽഫ് ഒന്നും അവൈലബിൾ അല്ല, കിക്കർ എടുക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. ബ്രേക്കിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരുന്നു നേരത്തെയുള്ള സ്റ്റാൻഡേർഡ്സിൽ. ഇതിൽ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്സ് കൊടുത്തത് മൂലം അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ടയറിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു വേരിയൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ മെയിൻ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് സീറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര സീറ്റിംഗ് കംഫർട്ടാണ് ഇതിൻ്റെ സീറ്റ്സിന് വന്നിരിക്കുന്നത്. ഭയങ്കര അതായത് ബുള്ളറ്റ് യൂസ് ചെയ്യുന്നവർക്കറിയാം, ലോങ്ങിന് യൂസ് ചെയ്യാൻ പറയുമെങ്കിലും പക്ഷേ കുറേയൊക്കെ ലോങ് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല വേദന എടുക്കും. പക്ഷേ ഈ ഒരു വേരിയൻറ്റിൽ ഈ ഒരു സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് നല്ല സീറ്റിംഗ് കംഫർട്ടാണ്. നല്ല വൈഡർ സീറ്റ്സുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോങ് ജേർണീസിന് എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള വൈഡർ സീറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ എക്സോസ് പൈപ്പിൻ്റെ വലുപ്പം കണ്ടോ, അത് അതേപോലെ തന്നെ വലിയ പൈപ്പായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുന്നു. നമുക്ക് എക്സോസ് സൗണ്ട് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. പണ്ടത്തെ ആ ഒരു എക്സോസ് നോയ്സ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. നമ്മുടെ പൊല്യൂഷൻ നോംസ് ഒക്കെ വന്നതിന് ശേഷം എക്സോസിൻ്റെ സൗണ്ടും അതുപോലെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളും നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് ശേഷം സൗണ്ട് എല്ലാം പോയി. എങ്കിലും ഒരു അത്യാവശ്യം പ്ലസൻറ്റ് സൗണ്ടാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് 350 പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് 350യെ പറ്റി പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ വന്നിരിക്കുന്നത് ഇത് ബേസ് വേരിയൻ്റ് ആണ്. 2,10,000 റുപ്പീസാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. 1,73,000 എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 2,10,000 ആണ് ഓൺ
ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് മിഡ് ഓപ്ഷൻസിന്, അതായത് ഈ രണ്ട് ഓപ്ഷൻ വേരിയൻസിന് 2,38,000 അതുപോലെ ടോപ്പ് വേരിയൻറ്റും 2,72,000 ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 350cc ബൈക്കിൻ്റെ കാറ്റഗറിയിൽ ഈ ഒരു പ്രൈസിങ് തരുന്ന മറ്റേ ഏതൊക്കെ ബ്രാൻഡുണ്ടോ നോക്കി. ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സൺ 400 അതുപോലെ ട്രയംഫിൻ്റെ പുതിയ 400 ആയിരിക്കാം. അപ്പം ഈ വാഹനത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നേരത്തെയുള്ള സ്റ്റാൻഡേർഡ് 350 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ വേരിയൻ്റ് വന്നിരിക്കുന്നത്. ഇനി നേരത്തെയുള്ള സ്റ്റാൻഡേർഡ് 350 കാണാനായിട്ട് സാധിക്കില്ല. അപ്പം ഇതായിരിക്കും ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.